ചില മനുഷ്യർ മരിച്ചാലും അവർ ഉയർത്തിയ ശബ്ദങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഭരണകൂടത്തിന്റെ തോക്കുകൾക്കും കടുത്ത മതനിയമങ്ങൾക്കും മുന്നിൽ സ്വന്തം പേനയും ബ്രഷും കൊണ്ട് വിപ്ലവം നയിച്ചൊരു സ്ത്രീ. ലോക പ്രശസ്ത ഗ്രാഫിക് നോവൽ പെർസിപോളിസിന്റെ സൃഷ്ടാവ് ദ ലെജൻഡറി മർജാൻ സത്താപ്പി തന്റെ 56-ാമത്തെ വയസ്സിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഹു ട്രാൻസ്ഫോംഡ് ആൻ ഇറാനിയൻ ചൈൽഡ്ഹുഡ് ഇൻ ടു എ യൂണിവേഴ്സൽ ഫേബിൾ. മർജാന്റെ ജീവിതം വെറും ഒരു കഥയല്ല, അതൊരു കനൽ വഴിയാണ്. 1979 ഇറാനിയൻ വിപ്ലവകാലത്ത് കൗമാരപ്രായത്തിൽ സ്വന്തം നാട്ടിൽ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് അവർ നേരിട്ട് കണ്ടു. ഹിജാബ് ധരിക്കാത്തതിന് 17 വയസ്സുള്ള കുട്ടികളെ പോലും തെരുവിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഭരണകൂട ഭീകരത. ഒടുവില് ജീവന് ഭീഷണിയായപ്പോൾ മകളുടെ സുരക്ഷയെ ഓർത്ത് പേരൻസ് അവളെ യൂറോപ്പിക്ക് നാടുകടത്തി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മർജാൻ കണ്ടത് സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു ഇറാനിയായിരുന്നു. അടിച്ചമർത്തലുകൾക്കെതിരെ കലയെ എങ്ങനെ ആയുധമാക്കാമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്ന ഒരു ഐക്കണിക് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടിവിസ്റ്റ് ആയിരുന്നു അവര്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും ശക്തമായൊരു ശബ്ദം. തന്റെ ജനതയുടെ കഥ ലോകം അറിയണമെന്ന് ഉറപ്പിച്ച മർജാൻ 2000 തന്റെ ജീവിതം പെർസിപോളിസ് എന്ന പേരിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമിക് സീരീസായി വരച്ചു തീർത്തു. ഷീ ലിറ്ററലി ക്രൈഡ് ഇൻ ഇങ്ക്. വെസ്റ്റേൺ റീഡേഴ്സ് ഇറാനിലെ മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. അവർ പറഞ്ഞു, ദേ ആർ ആക്ച്വലി ഹ്യൂമൻ ബീയിങ്സ് ലൈക്ക് അസ്. 2007 ഈ പുസ്തകം സിനിമയായപ്പോൾ ഇറാൻ ഭരണകൂടം പ്രതിഷേധിച്ചു. എന്നാൽ ലോകം അതിനെ നെഞ്ചിലേറ്റി. ചിത്രം ഓസ്കാർ നോമിനേഷൻ വരെ നേടി. നിലപാടുകൾ എന്നുള്ളത് അവർക്ക് വെറും ഒരു അലങ്കാരമായിരുന്നില്ല. ഇറാനിലെ ജനാധിപത്യ പോരാട്ടങ്ങളെ ഫ്രാൻസ് വേണ്ടത്ര പിന്തുണയ്ക്കുന്നില്ല എന്നാരോപിച്ച് ഫ്രാൻസിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ പോലും അവർ നിരസിച്ചു. 2022 ഇറാനിൽ മഹ്സ അമീനിയുടെ കൊലപാതകത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വുമൻ ലൈഫ് ഫ്രീഡം എന്ന പുസ്തകവുമായി മർജാൻ വീണ്ടും പോരാട്ട മുന്നണിയുടെ മുൻപന്തിയിലുണ്ടായിരുന്നു. തനിക്കെതിരെ വന്ന വധഭീഷണികളോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഐ ഹവ് ബീൻ കോൾഡ് എ ലെയർ ആൻഡ് സ്പൈ. ഐ ഹവ് ലേൺഡ് ഇൻ ലൈഫ് നോട്ട് ടു ബി സ്കെയർഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡോണ്ട് ഫീൽ ഫിയർ. യു ഫീൽ ദ ഫിയർ ബട്ട് ദെൻ യു ഡിസൈഡ് വെദർ യു കെയർ അബൌട്ട് ഇറ്റ് ഓർ നോട്ട്. അവർ വീണ്ടും ചോദിച്ചു, ഇറാനിൽ 17 വയസ്സുകാർ വരെ വെടിയേറ്റ് മരിക്കുന്നു. ഞാനൊരു ഹാഫ് സെഞ്ചുറി ജീവിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി ആര് ഭയക്കണം? അവർ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സത്യമുണ്ട്: ഇഫ് യു ടേക്ക് ആർട്ട് ആൻഡ് കൾച്ചർ ഔട്ട് ഫ്രം എനി സൊസൈറ്റി, ദ സൊസൈറ്റി ഫോൾസ് ഡൗൺ. അധികാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത ധീരമായ ശബ്ദം എന്ന് നിലച്ചിരിക്കാം. പക്ഷെ അവരുടെ വരകളും നിലപാടുകളും ലോകമുള്ളിടത്തോളം കാലം ജീവിക്കും. അവരൊരിക്കൽ പറഞ്ഞു, ആർട്ടിസ്റ്റ് നെവർ ട്രൂലി ലീവ് us. Yes, Marjan Satrapi, you will never really leave us because you drew yourself into us. Your stories, your art and your resistance will live on forever.